മുക്കത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ടു മുമ്പ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും ഉപദ്രവിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഇരുപത്തിയൊൻപതുകാരിയായ യുവതിയാണ് മുക്കത്ത് ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. 3 മാസമായി ഈ ലോഡ്ജിലെ ജീവനക്കാരിയായിരുന്നു യുവതി. ഇന്നലെ രാത്രി ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ 3 പേരെത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഓടി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്നുമാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് സ്ക്രീൻ റെക്കോർഡായ വീഡിയോയാണ് ഇപ്പോൾ ഡിജിറ്റൽ തെളിവായി കുടുംബം പുറത്തുവിട്ടിരിക്കുന്നത്. യുവതി അലറി വിളിക്കുന്നതും തന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതും, അപ്പോൾ മറുവശത്തുള്ള ആൾ അങ്കിളാണ്, ഒച്ചയുണ്ടാക്കരുത്, തന്റെ മാനം പോകുമെന്നും വീഡിയോയിൽ പറയുന്നത് കേൾക്കാം. അതേസമയം ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ താമസ സ്ഥലത്തേക്ക് ഹോട്ടൽ ഉടമയടക്കം 3 പേർ അതിക്രമിച്ച് കയറുകയായിരുന്നു. പിന്നാലെ രക്ഷപ്പെടാൻ വേണ്ടി യുവതി കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയും ചെയ്തു. വീഴ്ചയിൽ നട്ടെല്ലിന് പരിക്കേറ്റ യുവതിയെ ആദ്യം മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതിയുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹോട്ടൽ ഉടമ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി തിരച്ചിൽ വ്യാപിപ്പിച്ചതായും പോലീസ് അറിയിച്ചു. യുവതി ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് 3 മാസമാണ് ആയത്. ആദ്യം ഹോട്ടൽ ഉടമയായ ദേവദാസ് യുവതിയുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ശ്രമിച്ചുവെന്നും പിന്നാലെ പ്രലോഭനത്തിന് ശ്രമിച്ചുവെന്നും യുവതിയുടെ ബന്ധു പറയുന്നു. വളരെ മോശമായ രീതിയിൽ ഉടമ യുവതിക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. വാട്സാപ്പിൽ അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെ തങ്ങളുടെ പക്കലുണ്ടെന്നും പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ സംശയമുണ്ടെന്നും ബന്ധു പറയുന്നു. സംഭവത്തിൽ പെൺകുട്ടിയുടെ നട്ടെല്ലിനും ഇടുപ്പിനും വളരെ ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. പരിക്കേറ്റ യുവതി ICUവിൽ ചികിത്സയിലും തുടരുന്നു. അസഹ്യമായ വേദനയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നും കുറ്റവാളികളെ പിടികൂടണമെന്നും ഹോട്ടലുടമ അയച്ച വോയിസ് മെസ്സേജ് ഉൾപ്പെടെ കൈവശമുണ്ടെന്നും അന്വേഷണം നടക്കുന്നതിനനുസരിച്ച് ഈ തെളിവുകളെല്ലാം കൈമാറാമെന്നും ബന്ധു അറിയിച്ചു. അതേസമയം ചോറ്റാനിക്കരയിൽ യുവതി അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ട് മരണത്തിന് കീഴടങ്ങി വെറും ദിവസങ്ങൾക്ക് ശേഷമാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച മറ്റൊരു പീഡന ശ്രമവും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്.